അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പിശാചിൻ്റെ ശത്രുതകൾ, പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെപ്പോഴും അള്ളാഹുവിനോട് അഭയം തേടിക്കൊണ്ടേയിരിക്കണം. പിശാച് നമ്മുടെ പ്രത്യക്ഷ ശത്രുവാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വൈമ്മാ യൻസഅന്നക നസ്ഗും മിനശ്ശൈത്വാനി ഫസ്തഇദ് ബില്ലാഹ്. പിശാചിൽ നിന്നുള്ള വല്ല ബാധയും നിന്നെ ബാധിച്ചാൽ നീ പെടുന്നനെ അള്ളാഹുവിൽ അഭയം തേടുക. വൈമ്മാ യൻസഅന്നക, നിന്നെ ബാധിച്ചാൽ, നസ്ഗുൻ ബാധ, മിനശ്ശൈത്വാനി ശൈത്വാനിൽ നിന്നുള്ള ബാധ നിന്നെ ബാധിച്ചാൽ, ഫസ്തഇദ് ബില്ലാഹ്, ഉടനെ അള്ളാഹുവിൽ അഭയം തേടണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പം ബാധിക്കും. ഷെയ്ത്താൻ്റെ ശത്രുത വളരെ കൂടുതലാണ്. ഷെയ്ത്താൻ്റെ ഉപദ്രവങ്ങൾ, നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നത് ഷെയ്ത്താനാണ്. ഷെയ്ത്താനിൽ നിന്ന് നമ്മൾ അഭയം തേടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ആർത്തിയെ നിയന്ത്രിച്ചുകൊണ്ട്, ദേഹേച്ഛയെ നിയന്ത്രിച്ചുകൊണ്ട് പിശാചിൻ്റെ എല്ലാ ഷെറുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പിശാച് തൻ്റെ മക്കളോട് പറയുന്നതാണ്. മക്കള് വിശക്കുന്നു എന്ന് പറഞ്ഞ് പിശാചിനോട് കരയുമ്പോൾ, നിങ്ങൾക്ക് ഭക്ഷണം ഞാനിപ്പം റെഡിയാക്കി തരാ എന്ന് പിശാച് പറയുന്നതാണ്. മക്കൾ കരയുമ്പോൾ ഉമ്മമാര് ഭക്ഷണപ്പം ഉണ്ടാക്കി തരാമെന്ന് പറയണ പോലെ. എന്നിട്ട് പിശാച് പറയാണ്, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിശാചിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തരാണ്. പിശാച് പറയുന്നതാണ്, ഒരാൾ വീട്ടിലേക്ക് പോവാണ്, അള്ളാഹിനെ ഓർത്തിട്ടാണ് വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ പിശാചിന് അന്ന് പട്ടിണിയാണ്. അതല്ല, ഒരാൾ വീട്ടിലേക്ക് കയറുന്നത് അള്ളാഹിനെ ഓർക്കാതെയാണെങ്കിൽ ആ മനുഷ്യനായിരിക്കും പിശാചിൻ്റെ അന്നം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം. പിശാച് നമ്മളെ തിന്നാണ്, കടിക്കുകയാണോ ഒന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ എങ്ങനെയെന്നുള്ളത്. നമ്മളെ എനർജി പിശാച് ഊറ്റിയെടുക്കും, നമ്മളെ രക്തം പിശാച് കുടിക്കും, നമ്മുടെ തന്നെ തകർത്ത് കളയും പിശാച്. അതുകൊണ്ട് പിശാചിൻ്റെ നിന്ന് അള്ളാഹുവിലേക്ക് നമ്മൾ, പിശാചിനെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അഭയം തേടണം. ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ പിശാച് നമ്മളിൽ നിന്ന് ഒഴിവായി പോകും. പിശാച് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ്. അതുകൊണ്ട് പിശാചിനെ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൽ നമ്മൾ അഭയം തേടണം. അപ്പം എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാകും.